അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ബലിപെരുന്നാൾ ദിവസം നമ്മളിൽ ആഗതമാവുകയാണ്. ബലിപെരുന്നാൾ ദിവസത്തിൽ അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമലാണ് ഉളഹിയ്യത്ത് കർമ്മം നടത്തുക എന്നുള്ളത്. ആ ഉളഹിയ്യത്ത് കർമ്മം നിർവഹിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരികയാണ്. ആ ഉളഹിയ്യത്ത് കർമ്മം നടത്തുന്ന മൃഗത്തിൻ്റെ രക്തം ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എല്ലാ വർഷവും ഉളഹിയ്യത്ത് കർമ്മം ഞാൻ നിർവഹിക്കുന്നവരാണ്. ഒരു മൃഗത്തെ ഒറ്റയ്ക്ക് അറുക്കുന്നവർ ഉണ്ടാകും, 7 ആളുകൾ ഷെയർ ചെയ്ത് അറുക്കുന്നവരുമുണ്ടാകും. ഏതായിരുന്നാലും ഉളഹിയ്യത്ത് കർമ്മത്തിലൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയൊരു സ്ഥാനം നേടിയെടുക്കാൻ നമുക്ക് കഴിയും. ഹജ്ജാജിമാരൊക്കെ ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ട് ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കുന്നത് അവരുടെ ശരീരത്തിലുള്ള എല്ലാ പാപങ്ങളും കറകളും വൃത്തിയാക്കാൻ വേണ്ടിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഹജ്ജ് കർമ്മം ചെയ്യാതെ നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ അല്ലാഹു തആല നമുക്കും അതുപോലെ നമ്മുടെ ശരീരത്തിലെ പാപക്കറകളൊക്കെ കഴുകിക്കളയാൻ വലിയൊരു അവസരം തന്നിട്ടുണ്ട്. ആ അവസരമാണ് വലിയ പെരുന്നാൾ ദിവസം നമുക്ക് വരാനിരിക്കുന്ന മഹത്തായ ഉളഹിയ്യത്ത് കർമ്മം. ഉളഹിയ്യത്ത് കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ ആ മൃഗത്തിൻ്റെ ഓരോ രോമം കണ്ട് നമ്മുടെ ശരീരത്തിലുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയാണ്. പാപങ്ങളില്ലാത്തവനാണെങ്കിൽ അവൻ്റെ ഹസനാത്തുകൾ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ അതിൽ ഭാഗവാക്കാകണം സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉളഹിയ്യത്ത് കർമ്മത്തെ നിങ്ങൾ ബഹുമാനിക്കുക, അതിനെ ആദരിക്കുക. ഫഇന്നഹ അല സിറാത്തി മതായാക്കും. അത് സിറാത്ത് വിട്ടുകിടക്കാനുള്ള ഒരു മാർഗമാണ്. പല രൂപത്തിലായിരിക്കും നമ്മൾ മഹ്ശറയിലെത്തുക. അതിൽ വാഹനം കയറി പോകുന്നവരുണ്ടാവും. ആരാണ് ആ വാഹനം കയറി പോകുന്നവർ? സഹോദരങ്ങളെ, നാം ഉളഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്ന മൃഗം, അതല്ലെങ്കിൽ നമ്മൾ ഷെയർ കൂടിയ മൃഗം നമുക്ക് സഞ്ചരിക്കാനുള്ള മാർഗമായി, അതേപോലെ സിറാത്തുൽ മുസ്തഖീം വിട്ടുകിടക്കാനുള്ള വാഹനമായി അള്ളാഹു മാറ്റുമെന്നുള്ളതാണ്. നാം സ്വയം മനസ്സിലാക്കുക. പരലോകത്ത് പോകുമ്പോൾ നമുക്ക് സഞ്ചരിക്കാൻ സ്വന്തമായി ഒരു വാഹനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉളഹിയ്യത്ത് കർമ്മത്തിൽ പങ്കാളികളാകണം സഹോദരങ്ങളെ. ഉളഹിയ്യത്ത് വലിയൊരു ഇബാദത്താണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയുണ്ടായി, ഒമൻ വജദ സഅതൻ വലൻ യുളഹി വലാ യഖ്റുബന്ന മുസല്ലാന എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരാൾ ഉളഹിയ്യത്ത് അറുക്കാൻ അവന് സാധിക്കും, അവൻ്റെ അടുക്കൽ പണമുണ്ട് എങ്കിൽ, എന്നിട്ട് അവൻ ഉളഹിയ്യത്ത് കർമ്മം നടത്തിയില്ല എങ്കിൽ, വലാ യഖ്റുബന്ന മുസല്ലാന, അവൻ മുസല്ലയിലേക്ക് പോലും വരേണ്ടതില്ല എന്ന് വളരെ ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അതൊക്കെ മനസ്സിലാക്കി ഞാൻ പ്രവർത്തിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.